ഈ കേൾവിക്കാരൻ സ്വന്തം ഭാര്യയെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ഭാര്യ സ്വന്തം ഭർത്താവിനെ മറ്റൊരാളുമായി കമ്പയർ ചെയ്തുകൊണ്ട് അസംതൃപ്തയായി ജീവിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു താരതമ്യത്തിലൂടെ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന അസ്വസ്ഥതയുമായി കഴിയുന്നവരോട് നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ? ഞാൻ മുമ്പ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനുമായി അഗാധമായ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധം, വേറെ തിന്മകളൊന്നുമില്ലാത്ത പരിശുദ്ധമായ, അവനെ തൻ്റെ പങ്കാളിയായി കിട്ടണം, അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കണം എന്നായിരുന്നു അവളുടെ കൺസെപ്റ്റ്. അപ്പോൾ അത് നടക്കാതെ പോയ സമയത്ത് ഞാൻ അവളോട് ചോദിച്ചു, നീ ഇതെങ്ങനെ തരണം ചെയ്യും? അന്ന് അവൾ പറഞ്ഞ മനോഹരമായൊരു മറുപടി ഒരു പക്ഷേ നമ്മുടെ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് അത് നന്നായി ഹെട്ട് ചെയ്തേക്കാം. സ്നേഹിച്ചതിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ എൻ്റെ മനസ്സ് എത്ര വിശാലമാണോ അത്ര ഞാൻ സ്നേഹിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചുകൊള്ളും. നഷ്ടപ്പെട്ടതിനെ, സ്നേഹിച്ചതിനെ നഷ്ടപ്പെട്ടാലും കിട്ടിയതിനെ ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഇതൊരു മനസ്സാണ്. അപ്പം നമുക്കറിയാം, കേരളത്തിൽ നല്ല ലോകത്ത് തന്നെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടു പോയ അറിയപ്പെട്ട ഒരുപാട് വളരെ ഫേമസ് ആയിട്ടുള്ള സാഹിത്യകാരന്മാർ, ഇപ്പോൾ ബട്ടൺ റസലിനെ പോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ കാർൽ മാക്സിനെ പോലെയുള്ള ഒരുപാട് ലോകപ്രസിദ്ധരായിട്ടുള്ള ലിയോ ടോൾസ്റ്റോയിയെ പോലെയുള്ള, അബ്രഹാം ലിങ്കനെ പോലെയുള്ള ഇവരുടെയൊക്കെ ദാമ്പത്യ ജീവിതം ലോകത്ത് പരിശോധിച്ച് നോക്കിയാൽ പരാജയങ്ങളായിരുന്നു. കാരണം അതിന് പല കാരണങ്ങളും. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്കപ്പുറത്താണ് മനുഷ്യൻ്റെ ജീവിതം. ഇപ്പം നേരത്തെ താജുദ്ദീൻ സൂചിപ്പിച്ച വളരെ പ്രധാനമായ ഒന്ന്, തൻ്റെ സങ്കല്പത്തെ സിനിമയിലും സീരിയലിലും കണ്ട ആളുകളുടെ മുഖഭാവത്തോട്, അവരുടെ ശൈലിയോട് ഒക്കെ ഇതിനെ താരതമ്യം ചെയ്ത് ഇവൾ കൊള്ളാം, ഇവൾ തിരക്കേടില്ല, ഇവളെൻ്റെ ജീവിത പങ്കാളിയാകണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ക്യാമറകളുടെ മുമ്പിലെ അഭിനയങ്ങൾക്കപ്പുറത്ത് സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പച്ചയായ ജീവിതത്തിലേക്ക് എന്നും കാണുന്ന, എപ്പോഴും സംസാരിക്കുന്ന അവസ്ഥകളെ മുകളിലേക്ക് എടുക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്നത്, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഞാൻ എൻ്റെ വിദേശയാത്രകൾക്കിടയിൽ ഒരിക്കൽ ഒരു എയർപോർട്ടിൽ അഭിനയമല്ല ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് വായിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട മലയാള നടിയായ ഉർവശി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണത്. അവരുടെ ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നുവല്ലോ ഒരുപാട് കാലം അങ്ങനെ. അപ്പോൾ അഭിനയത്തിനപ്പുറത്താണ് ജീവിതം എന്ന അവരുടെ കാഴ്ചപ്പാടും അവരുടെ തിരിച്ചറിവും. ഇപ്പോൾ ഏറ്റവും രസകരമായ സംഗതി, ഈ ഡൈവേഴ്സ് ആകുന്ന ആളുകളെ ഉപദേശിക്കുന്നതും നിർദ്ദേശിക്കുന്നതും അതിൻ്റെ ചാനലിലെ വലിയൊരു ഘടകമായിട്ടാണ് ആ സിനിമാ നടി ഇപ്പം അറിയപ്പെടുന്നത്. സത്യത്തിൽ കാവ്യാമാധൻ ഉൾപ്പെടെയുള്ള, മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള അവരൊക്കെ അതിശക്തമായ ജീവിതത്തിൽ, ഒരുപക്ഷെ സിനിമയിൽ 20 കൊല്ലമൊക്കെ നല്ല ഭാര്യയായി അഭിനയിച്ച അവർ ജീവിതത്തിൽ 2 മാസം പോലും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാതെ ഡൈവേഴ്സായി പിരിച്ചു പോരുന്ന ആളുകൾ. ഇതിലെ ഏറ്റവും പ്രധാനം, നമ്മൾ ആരാണെന്നും നമുക്ക് ലഭിച്ചതുകൊണ്ട് അത് ഏറ്റവും നല്ല രൂപത്തിൽ നോക്കിക്കാണാനുള്ളൊരു മനസ്സാണ് ഇവിടെ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ടെന്നും എല്ലാവർക്കും എല്ലാരെ പോലെയും ആവാൻ കഴിയില്ലെന്നും, എല്ലാവരും ഒരു പെണ്ണിനെ തന്നെ എല്ലാവർക്കും ഭാര്യയായി കിട്ടണം എന്ന് വിചാരിക്കുന്നതൊക്കെ ഒരുതരം മാനസിക രോഗം തന്നെയാണത്. അവിടെ ഏറ്റവും നല്ല ജീവിത ദർശനം, ഇപ്പം നമുക്കറിയാം ലോകത്തൊരുപാട് സാഹിത്യരം വന്നു, പല പരിഷ്കർത്താക്കൾ വന്നു. പക്ഷേ ലോകത്ത് മുഹമ്മദ് നബി വരുന്ന കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം, ആ കാലഘട്ടത്തിൻ്റെ കുടുംബാന്തരീക്ഷം, അവിടെ വേശ്യകളുണ്ടായിരുന്നു, വിചാരമുണ്ടായിരുന്നു, ഒരു പെണ്ണിനെ 10 പുരുഷന്മാരെ സമീപിച്ചിരുന്നു, പല തിന്മകളും അവിടെ നടന്നിരുന്നു. ആ നാട്ടിലാണ് വൈവാഹിക നിയമങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂൽ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുകയും ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പാഠങ്ങൾ പ്രവാചക തിരുമേനിയിൽ നിന്ന് അവർക്ക് പകർന്നു കിട്ടുകയും ചെയ്യുന്നു. അവരത് നുകർന്നെടുത്തപ്പോൾ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ദാമ്പത്യ ജീവിതം നയിച്ച വിശ്വാസ്യതയുടെ മകുടോദാഹരണങ്ങളായി ലോകച്ചോര് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, പ്രവാചകൻ തന്നെ ഒരേ സമയത്ത് 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ചു. ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും പവിത്രമായ, ലോകത്തിന് മുഴുവനും മാതൃകയായ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്കിടയിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴും അതിനെ ഏറ്റവും തന്മയത്വത്തോടുകൂടി നോക്കിക്കണ്ട, സ്നേഹം വിളമ്പിയ ഒരു നല്ല ഭർത്താവിനെ ലോകം കണ്ട ഏറ്റവും വലിയ അനുകരണീയമായ ഒരു പ്രവാചകനെ ലോകം കണ്ട. അതിൻ്റെ കാരണം, ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിൻ്റെ മാർഗദർശനം പെണ്ണും ആണും അവലംബിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാന പോയിന്റ്. അതാണ് എൻ്റെ മർമ്മം. കാരണം ഏതൊരു, ഇപ്പം നമ്മളുടെ കയ്യിലൊരു മൊബൈൽ, നോക്കിയ കമ്പനി, ആ കമ്പനി പറയും ഇതിന് ഇന്ന സംഗതികളുണ്ട്, നിങ്ങളിതിൻ്റെ ചാർജർ കൊണ്ട് ചാർജ് ചെയ്യണം, നിങ്ങളിതിങ്ങനെ യൂസ് ചെയ്യണം, നിങ്ങൾ ഓഫാക്കിയിട്ട് ചാർജ് ചെയ്യണം, എന്നാൽ ഇതിന് ലോങ് ലൈഫ് കിട്ടും എന്നൊക്കെ പറയുന്നത്, അത് നിർമ്മിച്ചവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. ആണിൻ്റെയും പെണ്ണിൻ്റെയും പ്രകൃതത്തെ വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത്, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച വ്യവസ്ഥ തന്നെയാണേ സത്യം.
അപ്പോൾ പെണ്ണിൻ്റെ സൃഷ്ടിപ്പിലും ആണിൻ്റെ സൃഷ്ടിപ്പിലുള്ള വൈജാത്യത്തെ, വ്യത്യാസങ്ങളെ വിലയിരുത്തി ഈ ഒരു പെണ്ണ് ഞാനൊരു പെണ്ണാണെന്നും എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം വഴി എനിക്ക് ലോകത്തിന് വലിയ മാതൃക കാണിക്കാനുണ്ടെന്നും ഏറ്റവും നല്ല ഭാര്യ എന്ന നിലയിൽ എൻ്റെ ഭർത്താവ് എന്നെ തൃപ്തിപ്പെടുക വഴി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ കടന്നു പോകേണ്ടവളാണ് ഞാനെന്ന തിരിച്ചറിവിൽ നിന്നാണ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതെ ഈ കിട്ടിയതിൽ ഏറ്റവും മനോഹരമായി അതിനെ കൊണ്ടുനടക്കാൻ അവൾക്ക് സാധിക്കുക. പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ആധുനിക ജീവിത കൺസെപ്റ്റിനെ പൊളിച്ചെഴുതി ധാർമ്മികതയുടെ പടവുകളിൽ മനുഷ്യൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. വരികളെ ഒരു വാചകത്തിൽ ഞാൻ വീണ്ടും ചുരുക്കുകയാണെങ്കിൽ, ഒരു ദമ്പതിയെ സംബന്ധിച്ചിടത്തോളം അവർ പല ഭാഗങ്ങളിൽ നിന്നും, പല സ്ഥലങ്ങളിൽ നിന്നും, പല സിനിമകളിൽ നിന്നും, പല മീഡിയകളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത കാഴ്ചപ്പാടുകൾക്ക് പകരം അവരെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിൻ്റെ നയനിലപാടുകളിലേക്കും മാർഗദർശനത്തിലേക്കും തിരിച്ചുവരലാണ് പരിഹാരം എന്നർത്ഥം. കോമണായി ആർക്കും സ്വീകരിക്കാവുന്ന നല്ലൊരു പരിഹാരം. തീർച്ചയായും മനുഷ്യൻ ഏറ്റവും സ്ഥൂലമായ, ഏറ്റവും എന്താ പറയുക, അവൻ്റെ കാഴ്ചകൾക്കപ്പുറത്തുള്ള ഒരവസ്ഥയിൽ നിന്നും അവനെ ഏറ്റവും സുന്ദരനായി പഠിച്ച അള്ളാഹുവിൻ്റെ മാർഗദർശനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് പിരിയാനിരിക്കുന്നവരോട് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രസക്തമായ മാർഗം. അപ്പോൾ അവിടെ അവർ ഒരുപക്ഷെ വളരെ വിദ്യാസമ്പന്നരാണെങ്കിലും ഒട്ടും വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിലും എല്ലാ മത്സര പരീക്ഷകളിലും നല്ല വിജയം നേടിയവരാണെങ്കിലും അവർക്ക് അവരുടെ അഭിപ്രായങ്ങളിൽ അബദ്ധം പറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നവർ വിശ്വസിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരുത്തണം. പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.